Good morning and welcome to Opening Hours with MyFin. ഇന്ന് നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമ്മുടെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ സൂരജ് നായർ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് അനില. യെസ് സർ, ഇന്നിപ്പോൾ നമുക്ക് പൊതുവേ ഈ ഒരു വീക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു റിപ്പീറ്റേഷൻ പറയേണ്ടിയിരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ മാത്രമാണ് ലഭിക്കുന്നത്. അനുകൂലമായിട്ടുള്ള ഫെഡ് തീരുമാനങ്ങൾ, അതിനോട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്ന അമേരിക്കൻ വിപണികൾ, അതേ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ത്യൻ സൂചികകളിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തിക്കൊണ്ട് ദിവസങ്ങൾക്ക് ശേഷം 23,000 എന്നൊരു ലെവലും മറികടന്നിരിക്കുകയാണ്. 23,036.6 എന്നൊരു നിലയിൽ ആരംഭിച്ച സൂചിക 23,000 എന്നൊരു ലെവലിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ 23,070 എന്നൊരു നിലയിലേക്കാണ് കുതിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിലവിലത്തെ ഒരു സ്ഥിതി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലും വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഒരു പുതിയൊരു ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ ആദ്യ മിനിറ്റിൽ തന്നെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, ഇപ്പോൾ വീണ്ടും തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ പൊതുവേ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുതിയ ജനറേഷനൊന്നും ഇത്തരത്തിലൊരു കറക്ഷൻ കണ്ടിട്ടുള്ളവരല്ല. പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞൊരു 4 വർഷം, പ്രത്യേകിച്ചും ഒരു കൊറോണയ്ക്ക് ശേഷം പരിശോധിക്കുകയാണെങ്കിൽ ഇടുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ നേട്ടം നൽകുന്ന ഒരു സ്ഥിതിയിലായിരുന്നു കണ്ടത്. അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു കറക്ഷൻ നേരിട്ടിരിക്കുന്നത്. വീണ്ടും ഇന്ത്യൻ സൂചികയിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇപ്പോൾ FI സെക്യൂർ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നു. എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഉള്ളൊരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിനെ നോക്കി കാണുന്നത്? അല്ല, ഇപ്പോൾ ഏതാണ്ട് ഒരു പ്ലേ ബുക്ക് ഫോർമാറ്റിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ടെക്നിക്കലി നമ്മളെല്ലാവരും നോക്കുമ്പോൾ നമ്മുടെ ടെക്നിക്കൽ അനലിസ്റ്റുകളും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന പല ഇൻ്റർമീഡിയറീസിൻ്റെ, ബ്രോക്കറേജിൻ്റെ ആയാലും ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനികളുടെ ആയാലും ടെക്നിക്കൽ അനലിസ്റ്റുകൾ പറഞ്ഞ പോലെ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഏതാണ്ട് ഇപ്പോൾ അവരൊക്കെ പറഞ്ഞ ഫസ്റ്റ് ലെഗിലെ ഒരു റിക്കവറിയുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് 23,070, 80 ആ 100 ഭാഗങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ്. കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻഹൗസ് റിസർച്ച് അനലിസ്റ്റായ ആനന്ദൻ അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ഏതാണ്ട് ആ ലെവലിലേക്ക്, ഒരു ക്രൂഷ്യൽ ലെവലിലേക്ക് വന്നെത്തി. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യണതെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള കാര്യം. ഇതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം എന്നറിയോ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ ഒരു ഫോൾ വന്നല്ലോ. ഈ ഫോൾ വന്നപ്പം അനില പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരുപാട് പേര് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നവർ ഇങ്ങനത്തെ ഒരു കറക്ഷൻ കണ്ടിട്ടില്ല എന്നുള്ളത് കാര്യം. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ അതിനകത്തൊരു ഈ ഒരു സവിശേഷത എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞങ്ങളും ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് 2004-2005 കാലഘട്ടത്തിൽ നമ്മൾ വരുമ്പോൾ തന്നെ അന്നും മാർക്കറ്റിൽ ഞങ്ങളെല്ലാവരും പുതുമക്കാരായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഏതായാലും 2000-ഒക്കെ വരുമ്പോൾ 2001 ഇപ്പോൾ ഏതാണ്ട് 25 കൊല്ലം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു മാർക്കറ്റിൽ. അപ്പോഴും ഞങ്ങളൊക്കെ ഒരു പുതുമക്കാരായിരുന്നു. പക്ഷെ അന്നും ഇന്നും തമ്മിലുള്ളൊരു വ്യത്യാസം വെച്ചാൽ അന്ന് വരുമ്പോൾ ഇത്രത്തോളം ഒരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ ഇത്രയും ഞങ്ങളെ സഹായിച്ചിരുന്നില്ല. ഇൻഫർമേഷൻസ് വളരെ കുറവായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു ട്രഡീഷണൽ മോഡലിലേക്കാണ് പോയത്. ആ ട്രഡീഷണൽ മോഡൽ എന്ന് പറയുന്നത് എന്താ? ട്രഡീഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ പഴയ രീതി ഓഫ് സ്റ്റോക്ക് പിക്കിംഗ് എന്നല്ല. ഞങ്ങൾ കൂടുതലും ഈ പറയുന്ന പോലെ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് എങ്ങനത്തെ രീതിയിലേക്കാണ് നമ്മൾ പോയത്. വാല്യൂ പിക്കിംഗ് എന്ന് വേണമെങ്കിൽ ഒരു പരിധി വരെ പറയാം. അതായത് സിമ്പിൾ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത്രത്തോളം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ കളികളും ആ ഗെയിം ഓഫ് ഓപ്ഷൻസ് ഇത്രയും റെലവെന്റ് അല്ലായിരുന്നു ആ സമയം. ബട്ട് അടുത്ത കാലത്ത് വന്നൊരു 4-5 കൊല്ലത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതലും ഓപ്ഷൻസിൽ, അതായത് ചെറിയ ഒരു പൈസ വെച്ചിട്ട് നമുക്കൊരു വലിയ പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് മാറിയതാണ്. അല്ലാണ്ട് ഒരു സ്റ്റോക്കിന്റെ അനാലിസിസുകളോ നമ്മളിപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നുള്ളൊരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു ആരോപണമല്ല നമ്മൾ പറയുന്നത്. എങ്കിലും അതിനുള്ള റെലവൻസ് ഒക്കെ വളരെ കുറഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് വേറൊന്നും കൊണ്ടല്ല, ഈ കയറിയിരിക്കുന്ന കമ്പനീസ് ഉണ്ടല്ലോ, അതായത് ഈ ഫോളിന് മുമ്പേ October-September 2024 മുതലാണല്ലോ ഫോൾ വന്നത്. അതിനു മുമ്പേ കയറിയിരിക്കുന്ന പല സ്റ്റോക്കുകളും വരെ നോക്കുകയാണെങ്കിൽ പലതിനും പ്രോഫിറ്റ് ഒന്നുമില്ല. ചിലത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ തന്നെ അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ. ഇപ്പോൾ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് ആണോ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ വാല്യുവേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ അല്ല. Price earning multiples അല്ലെങ്കിൽ PE multiples in relation to lot of other parameters determines the fundamental efficiency of a stock. But even then ഒരു PE റേറ്റ് 120-130 ടൈംസ് എന്നൊക്കെ പറയുന്നത് അതൊന്നും എൻ്റെ 25 കൊല്ലത്തെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്, പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫണ്ടമെന്റലി എന്നല്ല, ശരിക്കും ഒരു ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റിൽ നമ്മൾ എപ്പോഴാണ് പൈസ ഉണ്ടാക്കണമെന്ന് അറിയോ? PE റീറേറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഒരു ലോവർ ലെവൽ PEയിൽ നിന്ന് ഒരു കമ്പനി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പെർഫോം ചെയ്യും. അതിൻ്റെ EPS എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ PE ലോവർ റേറ്റിൽ നിന്ന് ഹയർ റേറ്റിലേക്ക് റീറേറ്റ് ചെയ്യും. ഈ റീറേറ്റ് ചെയ്യുന്ന ആ ഒരു ട്രാജക്ടറി, ആ ഒരു പാത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്. ഈ റീറേറ്റ് ചെയ്ത് ഒരു ലെവൽ വരെ എത്തി, ചില സമയത്ത് അൺനാച്ചുറൽ ലെവലിലെത്തും, സൂപ്പർ അൺനാച്ചുറൽ ലെവലിലേക്ക് വരെ പോകാറുണ്ട്. അവിടെ നിന്ന് ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് പിന്നെ ഒരു ഡീറേറ്റിംഗ് ഉണ്ട്.
ആ ഡീ റേറ്റിംഗ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ നേരത്തെ ഏർണിങ്സ് നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് EPS സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ PE ലെവൽ കൂടി വരുന്നത്. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഒരു ഹയർ ബേസ് എഫക്റ്റിൽ ഏർണിങ്സ് ഡീഗ്രോത്ത് ഉണ്ടാകുമ്പോൾ EPSന് ഒരു ഡൗൺ ഗ്രേഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ PE ഇവിടുന്ന് ഡീറേറ്റ് ചെയ്ത് വരും. ഈ PE ഡീറേറ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം വെൽത്ത് ഡിസ്ട്രക്ഷൻ ഹാപ്പൻ ചെയ്യുന്നത്. ഇതിപ്പോൾ പല ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും സംഭവിച്ചു എന്നുള്ളതല്ല, എനിക്കും കൂടി സംഭവിച്ച ഒരു കാര്യം ഇതാണ്. ഈ PE ഡീറേറ്റിംഗിലാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മണി ഈസ് ലോസ്റ്റ് ഇൻ PE ഡീറേറ്റിംഗ് ആൻഡ് മണി ഈസ് മെയ്ഡ് ഇൻ PE റീറേറ്റിംഗ്. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് ലാസ്റ്റ് 4-5 കൊല്ലം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ പല കമ്പനികളും അത് പ്രോഫിറ്റ് ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അതിന് മാർക്കറ്റ് കൊടുക്കുന്ന എക്സ്പെക്റ്റഡ് വാല്യുവേഷൻ ഭയങ്കര ഹൈ ആയതുകൊണ്ടോ PE അൺനാച്ചുറൽ ലെവലിലേക്ക് 80, 90, 100, 120 ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പല ഇരുത്തം വന്ന ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ഒക്കെ പറയുന്നത് നൗ ഐ വിൽ നോട്ട് ഗോ ഇൻ ടു എനി കമ്പനി വിച്ച് ഈസ് മോർ ദാൻ PE ഓഫ് 25. ആ ലെവലിലേക്ക് പറഞ്ഞു തുടങ്ങി വാല്യൂ ഇൻവെസ്റ്റേഴ്സ്. അല്ലെങ്കിൽ 30 കൊല്ലമായിട്ട് 30, 35, 40 കൊല്ലമായിട്ട് മാർക്കറ്റിലുള്ളവരൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയെങ്കിൽ അതിനെ നമ്മൾ ബ്രഷ് ഔട്ട് ചെയ്യരുത്. അതിനകത്തൊരു ഫാക്റ്റ് ഉണ്ട്. അത് എല്ലാ കമ്പനീസും ഹൈ PE-ലായത് കറക്റ്റ് ചെയ്യണമെന്നോ ഇനി പെർഫോം ചെയ്യില്ല എന്നുള്ളതല്ല. ബട്ട് ഐഡിയലി ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ പറയുക വെച്ചാൽ ദ ലീഡേഴ്സ് ഓഫ് ലാസ്റ്റ് ബുൾ മാർക്കറ്റ് മേ നോട്ട് ലീഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ഐഡിയലി അങ്ങനെയാണ് നമുക്ക് 2005-6 കാലഘട്ടത്തിലൊക്കെ യൂണിടെക്, IVRCL എന്നൊക്കെ പറഞ്ഞ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് ഒക്കെ ട്രേഡ് ചെയ്തിരുന്ന PE എന്ന് വെച്ചാൽ അൺനാച്ചുറൽ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ്. അവിടുന്ന് 2008-2009 കറക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ ലേമൻ ബ്രദേഴ്സിന്റെ ഇഷ്യൂവും സബ് പ്രൈം മോർഗേജ് ക്രൈസിസ് ഒക്കെ വന്ന സമയത്ത് അവിടുന്ന് തിരിച്ച് ഈ കമ്പനികൾ പിന്നെ തലപൊക്കിയിട്ടില്ല എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ പെരുമാറാൻ എന്ന് പറഞ്ഞു. ഒരു സ്റ്റോക്കോ ഒരു ഹൈ PE സ്റ്റോക്കും നമ്മൾ പറയാം മോശം ബിസിനസ്സുകളാണെന്ന് പറയുന്നില്ല. ബട്ട് ഒരു കാര്യം കൂടി, നമ്മളൊരു ബിസിനസ് നന്നായിരിക്കും, അതായത് പല ബിസിനസ്സുകളും നമ്മൾ പറയുമ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ കൂടെ നമുക്ക് പ്ലേ ചെയ്യാം. ബട്ട് ഹൈ PE ആണ്. അവിടെ നമ്മൾ സൂക്ഷിക്കണം കാര്യം, എ ഗുഡ് ബിസിനസ് മേ നോട്ട് ബി എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. അല്ല, എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. നല്ല ബിസിനസ് എപ്പോഴും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. റൈറ്റ്. അതിനൊരു പീക്ക് എത്തിക്കഴിഞ്ഞാൽ, വാല്യുവേഷൻ ഒരു പീക്ക് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ അതൊരു ഡീറേറ്റിംഗ് സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിനെ അഭിമുഖീകരിക്കാൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നു. സർ, ഏതായാലും ഇപ്പോൾ മാർക്കറ്റ് ഇത്രയധികം എക്സ്ട്രീംലി ബുള്ളിഷായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ടെക്നിക്കൽ സൈഡ് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഏതായാലും മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു ടെക്നിക്കൽ സൈഡുമായിട്ട് നമ്മളോടൊപ്പം റിസർച്ച് ഡെസ്കിൽ നിന്നും ആനന്ദാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് ആനന്ദ്. ഗുഡ് മോർണിംഗ് അല്ല. ആനന്ദ്, ഇന്നിപ്പോൾ മാർക്കറ്റിലേക്ക് നോക്കുന്ന തുടക്കത്തിൽ തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റി 50 നൽകിയിരിക്കുന്നത്. 23,036.6 എന്നൊരു നില, 23,000 എന്നൊരു ലെവൽ ആരംഭിച്ച സൂചിക നിലവിൽ 23,070 എന്നൊരു റേഞ്ച്, ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഒരു നേരിയ തോതിൽ 23,043 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും 23,000 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50യുടെ ഈ ഒരു മൂവ്മെന്റിനെ ആനന്ദിന്റെ ഒരു വ്യൂ പോയിന്റിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? യെസ്, ഇപ്പം നിഫ്റ്റിനെ ടെക്നിക്കലി ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നിലവിൽ അതായത് 23,200 എന്ന് പറയുന്ന ലെവലിൽ നടന്ന ആ ഒരു സെൽ ഓഫിൻ്റെ ടൈം ഡ്യൂറേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ഫെബ്രുവരി 11 തൊട്ട് ഏകദേശം ഒരു മാർച്ച് 3 വരെയാണ് ആ ഒരു ഫോൾ നടന്നത്. അതായത് ആ ഒരു ഫോൾ എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 5% ആ ഒരു ഫോൾ, അറൗണ്ട് ഒരു 1 മന്ത് എടുത്തിട്ടാണ് ആ ഒരു ഫോൾ നടന്നത്. പക്ഷേ റിക്കവറി നടന്നത്, ആ റിക്കവറി ഏകദേശം മാർച്ച് 4 തൊട്ട് ഇന്നത്തെ ദിവസം മാർച്ച് 20-ാം തീയതി വരെ ആ ഒരു വളരെ സ്ട്രോങ് റിക്കവറി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ ടൈം ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ അതായത് സെല്ലിങ്ങിനേക്കാളും കൂടുതൽ നല്ല പവർഫുൾ ആയിട്ടാണ് നമ്മുടെ ബൈയിങ് നടന്നേക്കുന്നത്. അതൊരെണ്ണം. രണ്ടാമത്തത്, ഇപ്പം ലാസ്റ്റത്തെ ഒരു 4 ദിവസമായിട്ട് മാർക്കറ്റ് എക്സ്ട്രീംലി ബുള്ളിഷാണ്. അതായത് മാർക്കറ്റ് നല്ല സ്ട്രെച്ച്ഡ് ആണ് മാർക്കറ്റ്. ബട്ട് ആ ഒരു നമ്മൾ ടെക്നിക്കലി ബ്രേക്ക് ഔട്ട് എന്ന് പറയും. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് നടന്നേക്കുന്ന ആ ഒരു ബിൽഡപ്പിന് ശേഷമുള്ളൊരു ബ്രേക്ക് ഔട്ടാണ്, വിച്ച് ഈസ് എ ഗുഡ് സൈൻ. ഓക്കെ, വിച്ച് ഈസ് എ ഗുഡ് സൈൻ. സോ ലാസ്റ്റ് ഒരു 4 ദിവസം കൊണ്ട് മാർക്കറ്റ് നിലവിൽ ഏകദേശം പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 3.2% മാർക്കറ്റ് സ്ട്രെച്ച്ഡ് ആണ്. അതായത് മാർക്കറ്റിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു നോക്കുകയാണെങ്കിൽ ഫ്രൈഡേ ഓർ മൺഡേ നമുക്ക് ചെറിയ രീതിയിലുള്ള സെൽ ഓഫുകൾ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. സെൽ ഓഫ് ഒരു അഗ്രസീവ് സെൽ ഓഫ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഏകദേശം ഒരു 0.23% അല്ലെങ്കിൽ ഒരു 0.5% ഏകദേശം ഒരു 23,700 ആ ഒരു ലെവൽ വരെയൊക്കെയുള്ള സെൽ ഓഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് നോർമലാണ്. മാർക്കറ്റ് ഒരിക്കലും ഒരു സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യില്ല. മാർക്കറ്റ് മോസ്റ്റ്ലി ഒരു പുൾ ബാക്ക് എടുത്തേ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. സോ ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എക്സ്പയറിങ് കൂടിയാണ്. എക്സ്പയറി നോക്കുകയാണെങ്കിൽ നമുക്കിന്ന് OH ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു
റൈറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്ന നിലവിൽ കോൾ സൈഡിലാണ്, പുട്ട് സൈഡിലാണ് നല്ല റൈറ്റിംഗ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു വോളറ്റൈൽ മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് മാർക്കറ്റ് ഓൾറെഡി അത്രയും സ്ട്രെച്ച്ഡ് ആണ്, അതൊരെണ്ണം. രണ്ടാമത്തത് മാർക്കറ്റിലെ ലെവൽസും കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ഒരു സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു സെൽ ഓഫ് എക്സ്പെക്ട് ചെയ്യാം. പ്രത്യേകിച്ച് എക്സ്പയറിയും കൂടിയാണ്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് എക്സ്പയറി ചെക്ക് ചെയ്യുമ്പം മാർക്കറ്റിൽ ഏറ്റവും അധികം ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിട്ട് ഏറ്റവും അധികം ഒരു OI റേറ്റിംഗ് ഉള്ളതെന്ന് 23,500 എന്ന് പറയുന്ന ലെവലിലാണ്. സോ നമുക്ക് നെക്സ്റ്റ് വീക്കിൻ്റെ അകത്തൊരു 2-3 ഡേയ്സ് നമുക്കൊരു മൈനർ സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു മൈനർ കറക്ഷൻ മൈനർ സെൽ ഓഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് വീണ്ടും ഈ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്യാം എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ മാർക്കറ്റിൻ്റെ മേജർ ലെവൽസിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിലൊരു വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് 23,100-150 ആ ഒരു റേഞ്ചാണ് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. ആൻഡ് സപ്പോർട്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 23,000 ആൻഡ് 23,950 ആ ഒരു റേഞ്ച് നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. സോ മാർക്കറ്റ് ഇത്രയും സ്ട്രെച്ച്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ട് സൈഡിലേക്ക് നമുക്ക് ഒരു ലെവൽസ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഒരു ലെവൽസ് കിട്ടും, ബട്ട് ഒരു ഹൈ പ്രോബിലിറ്റി ലെവൽ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ നിഫ്റ്റിയിൽ നമുക്ക് ഇന്നൊരു വോളറ്റൈൽ മൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ല ഏതായാലും ആനന്ദിൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും എക്സ്പയറി ഡേയിൽ വളരെ വളട്ടൈൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ആയിരിക്കും എന്നൊരു പ്രതീക്ഷയാണ് ആനന്ദ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. സൂരജ് സാറിലേക്ക് തിരിച്ചു വരും. സാർ, ഇപ്പോൾ ഈ ഒരു വീക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങൾ തന്നെയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പലിശ നിരക്കിൽ മാറ്റമൊന്നും വരുത്താതെ ഒരു പോസ്റ്റ് മോഡിലാണ് ഫെഡ് തുടർന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു 2025 അവസാനത്തോടു കൂടി ഏകദേശം ഒരു 2 റേറ്റ് കട്ട്, അതായത് ഒരു 50 പോയിന്റ്സിൻ്റെ വരെ ഒരു റേറ്റ് കട്ടാണ് ആ ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഫെഡ് പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം പറയുന്നത് നമുക്കൊരു ഇത്ര പോസിറ്റീവ് ആണെങ്കിൽ പോലും മറ്റൊരു നേരിട്ടുള്ള ആശങ്ക എന്ന് പറയുന്നത് എക്കണോമിക് ഔട്ട്ലുക്ക് വെട്ടിക്കുറയ്ക്കാനായിട്ട് ഫെഡ് തയ്യാറായിട്ടുണ്ട്. അതേസമയം പണപ്പെരുപ്പം അതിൻ്റെ ഒരു ഭീഷണി അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദം കൂടാനുള്ള ഒരു സാധ്യതയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് കാരണമായിട്ട് പറഞ്ഞെങ്കിൽ താരിഫ് നയങ്ങൾ എങ്ങനെയായിരിക്കും അമേരിക്കയെ ബാധിക്കുക എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ആ ഒരു നടപടിയിലേക്ക് ഫെഡ് നീങ്ങിയിരിക്കുന്നത്. ഫെഡിൻ്റെ ഈ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇത് ഇത് വളരെ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതായത് ഇപ്പോൾ US മാർക്കറ്റിലെ പ്രഷർ എന്താണെന്ന് നമുക്കറിയാം. US എക്കണോമിക്ക് ഈ ട്രംപിൻ്റെ ടാരിഫ് കൊണ്ട് ഉണ്ടാവുന്ന പ്രഷർ എന്താണെന്നുള്ളത് മാർക്കറ്റും അല്ലെങ്കിൽ നമ്മളെ എല്ലാവർക്കും അത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ മാസം തോറും നമ്മളത് ഡിസ്കഷനായി. അതായത് എന്ന് മുതൽ ട്രംപ് ടാരിഫിനെ കുറിച്ച് അനൗൺസ് ചെയ്തോ നമ്മൾ ഇതൊക്കെ ആയിരിക്കാം പോസിബിൾ ത്രെട്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ലോകമെമ്പാടും ഇത് എത്രത്തോളം ഡിസ്കസ് ചെയ്ത ഒരു സബ്ജക്റ്റ് തന്നെ ആയിരിക്കാം. അപ്പോൾ അതിൽ ഫെഡിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സർപ്രൈസിങ് ആയിട്ടൊന്നുമല്ല. നമ്മളെല്ലാവരും അനലൈസ് ചെയ്ത പോലെ തന്നെ ഒരു പ്ലേ ബുക്ക്, അതായത് എന്താണ് ഒരു കോപ്പി ബുക്ക് സ്റ്റൈലിൽ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണെന്നുള്ളത്. ബട്ട് ഇതിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരിക്കും എന്നറിയോ? നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, ദ ഫിയർ ഓഫ് ഡെത്ത് ഈസ് ഡ്രെഡ്ഫുൾ ദാൻ ദ ഡെത്ത് ഇറ്റ് സെൽഫ്. അതായത് മരണത്തിനേക്കാളിലും ഭയങ്കര ഭയാനകമാണ് മരണത്തിനോടുള്ള ഭീതി എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പൊ ഈ ഇൻഫ്ലേഷൻ US എക്കണോമിയിൽ വരും എന്ന് നമ്മൾ പറയുന്നല്ലോ, അതിനനുസരിച്ച് അവിടുത്തെ പോപ്പുലേഷൻ എങ്ങനെ പെരുമാറും എന്നുള്ളതാണ് ഇപ്പോൾ ഫെഡിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അതായത് ഇപ്പോൾ ഇവിടെ എല്ലാവരും സംസാരിക്കുന്നത്, നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളെപ്പോലെ ഒരു എക്കണോമിക് അനലിസ്റ്റുകളോ അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റുകളോ മാത്രമൊന്നുമല്ല, സാധാരണ നാട്ടുകാർ പോലും ഈവൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ NRIs ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഈ നമ്മുടെ പഴയ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലൊക്കെയുള്ള അമേരിക്കയിലുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴും ഈ റിസഷനെ കുറിച്ചും ഇൻഫ്ലേഷനെ കുറിച്ചും അവരാണ് ഏറ്റവും കൂടുതൽ, സാധാരണ ജനങ്ങളാണ് വോക്കലായിട്ട്. ഇനിയിപ്പോൾ അവരുടെ ആ ഒരു അറിവ് വച്ചുവിട്ട് അവരെങ്ങനെയാണ് എക്കണോമിയിൽ പെരുമാറുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി അവരുടെ സ്പെൻഡിങ് കുറയ്ക്കുമോ അല്ലെങ്കിൽ അവർ ഈ പറയുന്ന പോലെ ഇൻഫ്ലേഷൻ പേടിച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ സേവ് ചെയ്യോ, ഇതൊക്കെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം വെച്ചാൽ അത് തന്നെ ഒരു സ്ലോ ഡൗൺ ഉണ്ടാക്കാന്നുള്ള ഒരു സെന്റിമെന്റൽ സ്ലോ ഡൗൺ ഉണ്ടാക്കാൻ അത് മതി. ഇപ്പോൾ സ്പെൻഡിങ് കുറഞ്ഞാൽ തന്നെ അമേരിക്ക ബേസിക്കലി ഒരു കൺസംഷൻ ഓറിയന്റഡ് എക്കണോമി ആണല്ലോ, അതിൽ തന്നെ സ്ലോ ഡൗൺ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണെന്നുള്ള. അപ്പോൾ അതുകൊണ്ട് വളരെ ടോൺ ഡൗൺ ആയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ അവർ ഒരു എന്താ പറയുക ഒരു വളരെ ടോൺ ഡൗൺ ആയിട്ടാണ് FOMC ഇൻഫാക്ട് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് വളരെ മെച്യൂർ ആയിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്തത്. അവർ വലിയൊരു നെഗറ്റീവ് കമന്ററി കൊടുത്തില്ല എന്നുള്ള കാര്യം. അത് അഗ്രവേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ സ്പെൻഡിങ് ഇപ്പം തന്നെ നമുക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇന്ത്യാസ് റെമിറ്റൻസ് സർവേ, അതിൻ്റെ 6th റൗണ്ടിൻ്റെ ഇൻസൈറ്റ് എന്താണെന്നറിയോ? അതായത് നമ്മൾ ഇത്രയും കാലം നമ്മുടെ NRIs ഒരുപാട് റെമിറ്റൻസ് ഇന്ത്യയിലേക്ക് തരുമല്ലോ, അതിൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് എക്കണോമീസ് ഹാവ് ഓവർടേക്കൺ GCC കൺട്രീസ്. അതായത് ഗൾഫ് കൺട്രിയെക്കാളിലും കൂടുതൽ റെമിറ്റൻസ് US നിന്നാണ്. അല്ലെങ്കിൽ US, കാനഡ, സിംഗപ്പൂർ,
ഓസ്ട്രേലിയ, UK എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് റെമിറ്റൻസ് വരുന്നത്. ആ റെമിറ്റൻസ് എത്രയാണ്? ടോട്ടൽ റെമിറ്റൻസിന്റെ ഏതാണ്ട് ഇന്ത്യയുടെ റെമിറ്റൻസ് തന്നെ എന്താ പറയുക, വളരെ വലിയൊരു എമൗണ്ട് ആണ്, നമുക്കറിയാലോ. അതിന്റെ 50% മുകളിൽ ഈ അഡ്വാൻസ്ഡ് എക്കണോമീസിൽ നിന്ന് വരികയാണെന്നുള്ള, അതായത് ഏതാണ്ട് 38% GCC കൺട്രീസിൽ നിന്ന് വരുന്നത്. അതായത് UAE, സൗദി, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നിങ്ങനെയുള്ള കൺട്രിയിൽ നിന്ന് 38%, മറ്റുള്ള അഡ്വാൻസ് എക്കണോമിയിൽ നിന്ന് ഏതായാലും 50% മുകളിലാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. അതായത് 2010-11 കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കേദാറിന്റെ വീണ്ടും നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്ന അനുസരിച്ച് USD 56 ബില്യൺ ആണ് നമ്മൾ റെമിറ്റൻസ് കിട്ടിയിരുന്ന സ്ഥലത്ത്. ഞാൻ പറഞ്ഞ 10-11 കാലഘട്ടത്തിൽ. ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് അത് ഡബിളാണ്. അതായത് 118 ബില്യൺ ആണ് നമ്മൾ ആസ് വി ടോക്ക്, അതായത് എസ്പെഷ്യലി 23-24 കണക്കനുസരിച്ച് 118 ബില്യൺ ആണ് നമ്മൾ റിസീവ് ചെയ്തേക്കുന്നത്. കൊറോണയ്ക്ക് ശേഷം ഒരു കംപ്ലീറ്റ് ട്രാൻസിഷൻ ഉണ്ടായി. തീർച്ചയായിട്ടും അല്ല, 10-11 കാലഘട്ടത്തിൽ നിന്ന് ഏതാണ്ട് 100% ഗ്രോത്ത്, ഡബിൾഡ് എന്നുള്ള രീതിയിലേക്കാണ് അത് വന്നേക്കുന്നത്. അതിൽ തന്നെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് 23-24 റിപ്പോർട്ട് അനുസരിച്ച് US ആണ് 23.4%, റൈറ്റ്. ഏതാണ്ട് UAE 19%, UK 10.8%, സിംഗപ്പൂർ ഏതാണ്ട് 6.6, കാനഡ 3.8 ആൻഡ് ഓസ്ട്രേലിയ 2.3. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അപ്പോൾ എത്രത്തോളം ഡോളർ കയറിയിരിക്കുന്നത് കാരണം നമ്മുടെ NRIs US-ലുള്ളവർ ആ ഡോളർ കയറിയിരിക്കുന്നതിൻ്റെ എഫക്റ്റ് എടുക്കാൻ വേണ്ടി പൈസ നാട്ടിലേക്ക് റെമിറ്റ് ചെയ്തു എന്നുള്ളത് തന്നെ ഒരു എക്സാമ്പിൾ അല്ല. അത്രയും പൈസ അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ ഒരു സൈഡിൽ ഒരു ഡേറ്റ നിലനിൽക്കെ, ഇപ്പുറത്തെ സൈഡിൽ അമേരിക്കൻ ടോട്ടൽ സിറ്റിസൺസ് ഈ പറഞ്ഞ പോലെ റിസഷനെയും ഇൻഫ്ലേഷനെയും പേടിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ആ പേടി കൊണ്ട് തന്നെ അവരുടെ സ്പെൻഡിങ് ഹാബിറ്റും ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്സും എങ്ങനെ US എക്കണോമിയെ ഷേപ്പ് ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഫെഡ് ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച്. ഓഫ് കോഴ്സ് ഈ ഇൻഫ്ലേഷൻ അമേരിക്കയിൽ പ്രോബ്ലം ആവുകയും അവിടെ GDP ഗ്രോത്ത് കുറയുകയും ഒരു റിസഷണറി ട്രെൻഡ്, എന്തിനാ റിസഷണറി ട്രെൻഡ് എന്ന് തന്നെ പറയണ്ട, ഒരു സ്ലോ ഡൗൺ ട്രെൻഡിലേക്ക് US വരികയാണെങ്കിൽ അത് US-ൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല, അത് ഗ്ലോബൽ ട്രേഡിനെയും അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിയും അത് തീർച്ചയായിട്ടും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ ഇന്നലെയൊക്കെ നമ്മുടെ മിനിസ്റ്റർ ജയശങ്കർ ഉണ്ടല്ലോ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, അദ്ദേഹം പറയുന്നത് വെച്ചാൽ ടാരിഫ് ഈസ് എ റിയാലിറ്റി. ഈ ടാരിഫിനെ നമ്മളിനി എന്തൊക്കെ കൊണ്ട് നെഗോഷിയേറ്റ്, ഓഫ് കോഴ്സ് വി ആർ ഫൈറ്റിംഗ് ഹാർഡ്, ഫയർ ഫൈറ്റിംഗ് നമ്മൾ നടത്തുന്നുണ്ട്. കോമേഴ്സ് മിനിസ്ട്രിയും കോമേഴ്സ് മിനിസ്റ്ററും കോമേഴ്സ് മിനിസ്ട്രി ഒഫീഷ്യൽസും ബ്യൂറോക്രാറ്റ്സും പ്രൈം മിനിസ്റ്റർ ഭാഗത്തു നിന്നും PMOന്റെ ഓഫീസിൽ നിന്നും ഒക്കെ നമ്മൾ US ആയിട്ടും മറ്റുള്ള കൺട്രീസ് ആയിട്ടും നമ്മൾ ഈ ടാരിഫിന്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധ്യതകളും നമ്മൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ടാരിഫ് ഒരു റിയാലിറ്റി ആണെന്നുള്ളത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അത് ലിവ് അക്കോർഡിംഗ്ലി എന്നുള്ളതാണ്. ഇപ്പോൾ US പ്രസിഡന്റ് ട്രംപിന്റെ ഇതേപോലെ സ്പീച്ച് നമ്മൾ ഇന്നലെ മനസ്സിലാക്കേണ്ടത് ശരിയാണ്. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇന്ത്യ വിൽ റെഡ്യൂസ് ദെയർ ടാരിഫ് സബ്സ്റ്റാൻഷ്യലി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കൂടാതെ തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത ടാരിഫിന് ചേഞ്ച് ഒന്നുമില്ല, ഞങ്ങൾ അത് ആക്സിലേറ്റർ ചവിട്ടി മുന്നോട്ട് തന്നെ പോകുന്നു. സോ വി ഷുഡ് ബി ലിവിംഗ് ഇൻ എ ഇറ ഓഫ് ടാരിഫ്സ് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി എന്നുള്ളത്. അല്ല സർ, ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഒരു പക്ഷേ ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള ഇളവുകളും പ്രഖ്യാപിക്കില്ല എന്നുകൂടി അത്തരത്തിലൊരു ആ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായാലും അതിനോടൊക്കെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റ് ചില ഇൻഡെക്സിൻ്റെ ചില അപ്ഡേറ്റ്സ് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ പ്രധാനമായിട്ടും നിഫ്റ്റി ബാങ്ക് തുടക്കത്തിൽ വളരെ ശക്തമായിട്ട് ഏകദേശം ഒരു 0.5% മുകളിലുള്ള ഒരു കുതിപ്പായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ട് കൊണ്ട് ഒരു ഫ്ലാറ്റ് സ്റ്റോണിലേക്കാണ് എത്തിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് പറയാനായിട്ട് നമ്മളോടൊപ്പം ആനന്ദ് വീണ്ടും ജോയിൻ ചെയ്യുകയാണ്. ആനന്ദ്, ആനന്ദ്, നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കി തുടക്കത്തിൽ ഒരു പക്ഷേ വളരെ ശക്തമായിട്ട് ഏകദേശം ഒരു 0.5% മുകളിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും PSU ബാങ്ക് ഓഹരികളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇൻഡെക്സ് തന്നെയും 1% മുകളിലുള്ള ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏകദേശം ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ പിന്നീട് ഒരു മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞപ്പോഴേക്കും ഹൈ ലെവൽസിൽ നിന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ? അല്ല, നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ കമ്പയർ ടു നിഫ്റ്റിയെക്കാളും കുറച്ചധികം സ്ട്രെച്ച്ഡ് ആണ് ബാങ്ക് നിഫ്റ്റി. അതായത് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 6 ദിവസം കൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 4.46% മൂവ് ചെയ്ത്. നിഫ്റ്റി കമ്പയർ ചെയ്യാൻ നിഫ്റ്റി മൂവ് ചെയ്ത് ഏകദേശം 3.2% ആണ്. സോ ബാങ്ക് നിഫ്റ്റി കുറച്ചധികം സ്ട്രെച്ച്ഡ് ആണ് ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റി നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ബാങ്ക് നിഫ്റ്റി നമുക്ക് ഞാൻ നിഫ്റ്റിയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ
എക്സ്പെക്ട് ചെയ്യുന്ന നിഫ്റ്റിയിൽ ഒരു നെക്സ്റ്റ് വീക്കിനാണ് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ സാധ്യതയുള്ളെങ്കിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ നിലവിൽ ഈ ഒരു വീക്ക് തന്നെ ഒരു അത്യാവശ്യം ഒരു മൈനർ സെൽ ഓഫ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് എനിക്ക് വേറൊരു ഇൻഡെക്സിനെ പറ്റി സംസാരിക്കാനുള്ള IT സെക്ടറിനെ പറ്റിയാണ്. നമ്മൾ IT സെക്ടറിൽ നോക്കുകയാണെങ്കിൽ IT സെക്ടറിൽ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു അഗ്രസീവ് മൂവ്മെന്റ് നടന്നതുപോലത്തെ ഒരു സെയിം സ്ട്രക്ചറാണ് നിലവിൽ IT സെക്ടറിലും കാണാൻ സാധിക്കുന്നത്. നമുക്ക് IT സെക്ടറിൽ വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ നമുക്ക് IT സെക്ടറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ബാങ്ക് നിഫ്റ്റി തിരിച്ചു വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിലവിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 49,800 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചാണ് നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത്. അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 49,300, 350 ആ ഒരു റേഞ്ചാണ്. ആൻഡ് ടുവേഴ്സ് അപ്സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുന്നു പറയുന്നത് 50,480, 50,600 ആ ഒരു ഏകദേശം ഒരു 500-600 പോയിന്റ്സിന്റെ ആ ഒരു റേഞ്ചാണ് നമുക്ക് അവിടെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ വ്യൂവിൽ മാർക്കറ്റ് ഏകദേശം 47,800 എന്ന് പറയുന്ന ആ ഒരു ലെവല് അപ്രോച്ച് ചെയ്തേക്കുന്നത് വളരെ വീക്ക്നെസ്സോട് കൂടി തന്നെയാണ് അപ്രോച്ച് ചെയ്തേക്കുന്നത്. ബട്ട് സ്റ്റിൽ അവിടുന്ന് ബാങ്ക് നിഫ്റ്റി റിവേഴ്സൽ ഏകദേശം ഒരു 4.2% മൂവ്മെന്റ് നടത്തിയത് വെറും 6 ദിവസം കൊണ്ടാണ്. ബട്ട് ആ ഒരു ലെവലിലേക്ക് വന്നത് ഫെബ്രുവരി 6-ാം തീയതി തൊട്ട് ഏകദേശം 12 മാർച്ച് 1 മന്ത് കൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ഏകദേശം 5.1% ഫോളോ ചെയ്തെങ്കിൽ തിരിച്ചു നടന്ന റിക്കവറിക്ക് വെറും 6 ദിവസം മതി. സോ ബാങ്ക് നിഫ്റ്റി നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിലാണെന്ന് തന്നെ പറയാം. ബട്ട് സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രെച്ച്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മൈനർ സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു മൈനർ പുൾ ബാക്ക് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു വീക്ക് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്രോഡർ മാർക്കറ്റിലേക്ക് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ബ്രോഡർ മാർക്കറ്റിൽ ഇന്നലെയും പ്രത്യേകിച്ചും മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു 2024 ജൂണിന് ശേഷമുള്ള ഏറ്റവും മികച്ചൊരു മുന്നേറ്റമായിരുന്നു ഇന്നലെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ ഉണ്ടായിരുന്നത്. ഇന്നും സമാനമായിട്ട് വലിയ തോതിലുള്ളൊരു മൊമെൻറ്റം നമുക്ക് തുടക്കത്തിൽ കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോഴും ഫ്ലാറ്റ് സ്റ്റോണിലാണ് എങ്കിൽ പോലും തുടക്കത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മൊമെൻറ്റമാണ് ബ്രോഡർ മാർക്കറ്റ് മിഡ് ക്യാപ്പിലും ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പിലും കാണാൻ സാധിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ടൊരു ടെക്നിക്കൽ വ്യൂ എന്താണ്? ഇപ്പം മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആ ഒരു സെയിം സ്ട്രക്ചർ അതായത് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടായിരിക്കുന്ന ഒരു ബിഹേവിയർ ഓൾമോസ്റ്റ് സെയിം ആണ്. ബട്ട് മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ ലാസ്റ്റ് 3 ദിവസം കൊണ്ട് മാർക്കറ്റ് ഏകദേശം നോക്കുകയാണെങ്കിൽ 5.3 അല്ല ഏകദേശം ഒരു 6% മൂവ് ചെയ്തിട്ടുണ്ട്. വളരെ അഗ്രസീവ് മൂവ്മെന്റ് ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം. സോ മിഡ് ക്യാപ്പ് ഓഹരികളിൽ നമുക്ക് ഏകദേശം ഒരു മൈനർ സെൽ ഓഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 49,800 എന്ന് പറയുന്ന ലെവലാണ്. സോ മിഡ് ക്യാപ്പിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഏകദേശം ഒരു 2% അടുത്ത് നമുക്കൊരു മൈനർ കറക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് മൂവിങ് ഓൺ ടു സ്മോൾ ക്യാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം മിഡ് ക്യാപ്പിൻ്റെ തന്നെ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് സ്മോൾ ക്യാപ്പിലും കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ഇൻഡെക്സ് അതായത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഈ രണ്ട് ഇൻഡെക്സുകളും അവരുടെ ആ ഒരു മേജർ റെസിസ്റ്റൻസ് അപ്രോച്ച് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു മേജർ റെസിസ്റ്റൻസിലാണ് നിലവിൽ ഈ രണ്ട് ഇൻഡെക്സുകളും ഉള്ളത്. ആൻഡ് ആ ഒരു ഇൻഡെക്സ് ആ ഒരു റെസിസ്റ്റൻസ് എത്തുന്ന ആ ഒരു സമയത്ത് തന്നെ മാർക്കറ്റ് ഓൾറെഡി സ്ട്രെച്ച്ഡ് ആണ്. സോ നമുക്ക് ബാക്കിയുള്ള ഇൻഡെക്സ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഈ രണ്ട് ഇൻഡെക്സുകൾ നടക്കുന്ന സെൽ ഓഫിനെക്കാളും കുറച്ചും കൂടി ഒരു അഗ്രസീവ് രീതിക്കുള്ള സെൽ ഓഫ് നമുക്ക് മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ സ്മോൾ ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ലാസ്റ്റ് 4 ദിവസം കൊണ്ട് ഏകദേശം 7% മൂവ്മെന്റ് സ്മോൾ ക്യാപ്പ് തന്നിട്ടുണ്ട്. സോ നമുക്കൊരു കുറച്ചും കൂടി ഒരു അഗ്രസീവ് സെൽ ഓഫ് നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നു പറഞ്ഞാൽ 15,000 ആണ്. അതായത് മാർക്കറ്റ് നിലവിലത്തെ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം ഒരു 1% ഒരു ഫോൾ ഞാൻ വീണ്ടും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ല സൂരജ് സാറിലേക്ക് തിരിച്ചു വരികയാണ്. സാർ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ വയേഴ്സ് ആൻഡ് കേബിൾ സെഗ്മെന്റിലേക്ക് അദാനി ഗ്രൂപ്പ് എത്തുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി അവസാന വാരത്തിൽ ആദിത്യ ബിർള ഗ്രൂപ്പ് ഓൾറെഡി അവരുടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1,800 കോടി രൂപയുടെ ഒരു ഫോറേ നടത്തിക്കൊണ്ട് അവിടെ ഈ ഒരു സെഗ്മെന്റിലേക്ക് സാന്നിധ്യം ശക്തമാക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അദാനി ഒരു ഈ ഇന്ത്യയിലെ തന്നെ മേജർ പ്ലേയേഴ്സ് എല്ലാം തന്നെ ഈ മേഖലയിലേക്ക് എത്തുകയാണ്. ഈ ഒരു തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മെജോറിറ്റി ഹോൾഡേഴ്സ് എന്ന് വളരെ ചുരുക്കം ചില കമ്പനികളാണ്. ഇപ്പോൾ പോളിക്യാബ്, KEA പോലുള്ള ചില കമ്പനികൾ മാത്രമാണ് ഏറ്റവും അധികം ഇതിൻ്റെ ഒരു മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥാനത്തേക്ക് അദാനി പോലെയുള്ള ഒരു വലിയ ഭീമൻ കടന്നു വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു അനില
അവരുടെ ഒരു സബ്സിഡറി അല്ലെ, അഡാനി subsidiary എന്റർപ്രൈസിന്റെ സബ്സിഡറി ആയ ദ കച്ച് കോപ്പർ ലിമിറ്റഡ് ഏതാണ്ട് 50% ഒരു Percent ജോയിന്റ് ഏറ്റെടുക്കുന്നു. വെഞ്ചർ ആയിട്ട് എന്താ പ്രണീത എക്കോ പ്രണീത. കേബിൾസ് അല്ലെ, ആ അതെ. ഒരു കമ്പനിയായിട്ട് ചേർന്നാണ് അവരുടെ ഡീറ്റെയിൽസ്, ഇൻവെസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇതുവരെ പുറത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് വിഷ്ണുവിന്റെ ഒരു ലൈവ് ഫീഡ് വന്നേക്കണെന്ന് വെച്ചാൽ ഈ കച്ച് കോപ്പർ എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, അവരൊരു കട്ടിംഗ് എഡ്ജ് കോപ്പർ സ്മെൽറ്റർ മുന്ദ്ര ഗുജറാത്തിൽ ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ആണ് പറഞ്ഞത്. കാര്യം അവിടെ കൂടുതലും അവർ കോപ്പർ കാത്തോഡ്സ്, റോഡ്സ്, അതർ കോപ്പർ ബൈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഈ കച്ച് കോപ്പർ എന്നുള്ള. ഈ കച്ച് കോപ്പർ ആണ് ഈ അഡാനിയുടെ സബ്സിഡറി ആയിട്ട് വരുന്നത്, അവർ ജോയിന്റ് വെഞ്ചർ ആയിട്ട് അവർ കടക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ വീണ്ടും വിഷ്ണു അതിനകത്ത് ട്രെയിലിംഗ് ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻ കൂടെ തന്നേക്കുന്നത് എന്താ അറിയോ, അതായത് ഏതാണ്ട് 10 ലക്ഷം രൂപ പെയ്ഡപ്പ് ക്യാപിറ്റലാണ് ഈ ജോയിന്റ് വെഞ്ചറിന്. 10 ലക്ഷം പെയ്ഡപ്പ് ക്യാപിറ്റൽ, 1 ലക്ഷം വാല്യൂ ആണ്, 1 ലക്ഷം ഷെയർസ് 10 രൂപ ഫേസ് വാല്യൂ വെച്ച് 10 ലക്ഷമാണ് ഓതറൈസ്ഡ് പെയ്ഡപ്പ് ക്യാപിറ്റൽ ഈ കമ്പനിയുടെ എന്നുള്ളത്. ആ ഇൻഫർമേഷൻ അല്ലാതെ എത്ര ഇൻവെസ്റ്റ്മെന്റ്സ് ആണോ അവർ പുട്ടപ്പ് ചെയ്തേക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ഡീറ്റെയിലും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അൾട്രാടെക് ഏതാണ്ട് 1800 കോടിക്കാണ് കേബിൾസ് ആൻഡ് വയർസ് ഡിവിഷനിൽ പോകുന്നത്. ബട്ട് നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് KEI ഇൻഡസ്ട്രീസിന്റെ ആയാലും ഹാവെൽസിന്റെ ആയാലും പോളിക്യാബിന്റെ ആയാലും RR കാബലിന്റെ ആയാലും അവരുടെ മാനേജ്മെന്റ് ഒക്കെ ഇന്റർവ്യൂസ് നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്തു. അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ദർ ഈസ് ഇന്റൻസ് കോമ്പറ്റീഷൻ. ഇനി കോമ്പറ്റീഷൻ വരുന്നു. അൾട്രാടെക് എന്ന് പറഞ്ഞ വലിയ പ്ലെയർ ആണ്. കാര്യം അൾട്രാടെക്, അഡാനി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഈ RR ക്യാബലും നമ്മൾ ഈ പറഞ്ഞ പോലെ പോളിക്യാബും ഒന്നുമല്ല. കാര്യം അത്രയ്ക്ക് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സാണ്. അവർ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രി ഹീറ്റഡ് അപ്പ് ആവും, ഹോട്ട് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് അവർ നിസ്സംശയം അവർ പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ അൾട്രാടെക്കിന്റെ തന്നെ അവർ വളരെ ക്ലിയർ പ്ലാൻസ് പറഞ്ഞിട്ട് പോലും ഏതാണ്ട് അവരെ പ്രൊഡക്ഷൻ തുടങ്ങാൻ ഒരു 3 കൊല്ലം എടുക്കും. ഈ 3 കൊല്ലം എന്ന് പറയുന്നത് ഒരു വലിയ ടൈമാണ്. ആ ടൈമിനുള്ളിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കേബിൾസ് ആൻഡ് വയേഴ്സ് കമ്പനീസ് എങ്ങനെ ഇതിനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. 3 വർഷങ്ങളുടെ മുന്നിൽ ടൈം ഉണ്ട് കോമ്പറ്റീഷനെ കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും. അതായത് ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയോ, നമ്മൾ സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിനെ കണ്ടുപിടിച്ചിട്ട് പറയും ഈ ബിസിനസ് കൊള്ളാമല്ലോ, ഈ ബിസിനസ് കൊള്ളാം, ഇനി ഇതിനകത്തേക്ക് കോമ്പറ്റീഷൻ വരികയില്ല, ഇതൊരു മോണോപോളിസ്റ്റിക് ആണ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ബിസിനസ്സിനെ ബൈ ചെയ്യുന്നത്. അത് തന്നെയാണ് ഒരു പരിധിവരെ നമ്മുടെ സൊമാറ്റോനും സ്വിഗ്ഗിനും സംഭവിച്ചത്. നമ്മൾ ഡുവോപോളി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവർ രണ്ടുപേരേ ഉള്ളൂ, ഇനി വേറെ അല്ല. ബട്ട് ഒരു ബിസിനസ് വെർട്ടിക്കലിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് കണ്ടു കാണുമ്പോൾ അത് സൊമാറ്റോവും സ്വിഗ്ഗിയും പോലുള്ള കമ്പനി അതിൽ സക്സസ്ഫുൾ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് വിൽ അട്രാക്ട് ന്യൂ കമ്പനീസ് ടു കം ഇൻ. അതിലേക്ക് എന്താ വന്നത്, ഇപ്പൊ ആമസോൺ തന്നെ അവരൊരു ഡിവിഷൻ അങ്ങോട്ടേക്ക് മാറ്റി, സെപ്റ്റോ വന്നു, അത് കഴിഞ്ഞ് ഫ്ലിപ്കാർട്ടിന്റെ ഡിവിഷൻ വന്നു. എന്തിന് പല FMCG കമ്പനീസ് പോലും അവരുടെ പ്രോഡക്ട്സ് 10 മിനിറ്റ് കൊണ്ടും 5 മിനിറ്റ് കൊണ്ടും ഡെലിവറി ചെയ്യാനുള്ള ഒരു സപ്ലൈ ചെയിൻ സിസ്റ്റത്തിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ശാശ്വതമാണ് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ആ ഇൻഡസ്ട്രിയിൽ കോമ്പറ്റീഷൻ ഇല്ല എന്ന് മാത്രം നമ്മൾ വിശ്വസിക്കരുത്. നമ്മളിപ്പോൾ NVIDIയുടെ കാര്യം തന്നെ കണ്ടു. AI എന്ന് വെച്ചാൽ NVIDIA, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈക്വൽ ടു NVIDIA എന്ന് പറഞ്ഞ സമയത്ത് ഒരു ദിവസം ആ NVIDIA സ്റ്റോക്കിന് വന്ന കറക്ഷൻ അറിയാലോ. ഡീപ് സീക്കിന്റെ ഒരു ഇൻഫർമേഷൻ വന്നിട്ട് ആ ഡീപ് സീക്ക് NVIDIAക്ക് കൊടുത്ത ഇൻഫർമേഷൻ എന്താ, യു ഗോ ഓൺ മേക്കിംഗ് ചിപ്സ് ബട്ട് വി വിൽ യൂസ് വെരി എന്താ പറയുക ഓൾഡ് ചിപ്സ് ടു മേക്ക് എ ലാർജർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം. നിങ്ങൾ അതായത് NVIDIയുടെ ബിസിനസ് എന്താണ്, പുതിയ ചിപ്പ് കണ്ടുപിടിച്ച് വരിക, കോസ്റ്റ്ലി ചിപ്സ് കൊണ്ടുവരിക എന്നുള്ള. ഡീപ് സീക്ക് എന്ന് പറഞ്ഞ കമ്പനി എന്താ ചെയ്തത്, അവരുടെ NVIDIയുടെ തന്നെ ഓൾഡ് ചിപ്സ് ഉപയോഗിച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചിപ്സ് ഉപയോഗിച്ച് അവർ സ്ട്രോങ്ങർ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഉണ്ടാക്കി എന്നുള്ള. അപ്പോൾ നാട്ടുകാരും അനലിസ്റ്റുകളും ചോദിക്കുന്നത് ഇനി NVIDIA ഹൈ പവർഫുൾ ചിപ്സ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം, ഏറ്റവും നല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്ലാറ്റ്ഫോം ഔട്ട്ഡേറ്റഡ് മോഡലിൽ തന്നെ കൊണ്ടുവരുന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്. അബ്സല്യൂട്ട്ലി. അപ്പൊ ഇതാണ് ആ ബിസിനസ്സും കോമ്പറ്റീഷനും എന്താ പറയുക കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് ഓഫ് ദ വേൾഡിനെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഷെയർ മാർക്കറ്റിനെയും അല്ലെങ്കിൽ ഷെയർസിനെയും ഇക്വിറ്റീസിനെയും അല്ലെങ്കിൽ സ്റ്റോക്ക് പിക്കിങ്ങിനെയും നമ്മൾ കാണരുത്. നമ്മൾ അതിനെ എല്ലാം കൂടെ ഒരു ഓവറോൾ രീതിയിൽ വേണം കാണാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേബിൾസ് ആൻഡ് വയർസ് ഇൻഡസ്ട്രിയിലേക്ക് കോമ്പറ്റീഷൻ ഹീറ്റപ്പ് ചെയ്യാണ്. ബട്ട് ഇനി ഇവിടുന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എങ്ങനെയാണ് അവർ റീപൊസിഷൻ ചെയ്യണമെന്നുള്ളത് നമുക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടിയിരിക്കും. അതിനോടൊപ്പം തന്നെ 1-2 പോയിന്റ്സ് കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിനെ സംബന്ധിച്ചിട്ട് നിലവിൽ ഏകദേശം ഒരു 9,000 കോടി രൂപയുടെ മാർക്കറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, വാല്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് 5 വർഷം കഴിയുമ്പോഴേക്കും 17 ബില്യൺ 17,000 കോടിയായിട്ട് ഉയരുമെന്നൊരു റിപ്പോർട്ട്സ് ആണ് ഇപ്പോൾ പുറത്തു. തീർച്ചയായിട്ടും ആ ഒരു മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ കണ്ടുകൊണ്ട് തന്നെയാണ്
പുതിയ കമ്പനികൾ, പ്രത്യേകിച്ചും അൾട്രാടെക്, അദാനി പോലെയുള്ള കമ്പനികളൊക്കെ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ചില മേഖലകൾ കൂടി ഇന്നിപ്പോൾ തിളങ്ങുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിഫൻസ് തന്നെയാണ്. ഡിഫൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലത്തെ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും 20% അപ്പർ സർക്യൂട്ടിലേക്ക് എത്താനായിട്ട് GRSയുടെ ഓഹരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. GRS മാത്രമല്ല, ഈ ഒരു മേഖലയിലുള്ള പല കമ്പനികളുടെ ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് മൊമെന്റമാണ് കാണുന്നത്. ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു ഇന്നലത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, ലേറ്റസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കില്ല, എന്നിരുന്നാൽ പോലും റിയാം യൂറോപ്പ് എന്നൊരു പ്രൊജക്റ്റുമായിട്ട് ഇപ്പോൾ യൂറോപ്യൻ കമ്മീഷൻ എത്തിയിരിക്കുകയാണ്. അതായത് കൂടുതലായിട്ട് യൂറോപ്യൻ നേഷൻസിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക. കാരണം ഇത്തരത്തിൽ ഈ ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു യുദ്ധഭീതിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിയിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ജർമ്മനി വീണ്ടും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിന്, അതായത് ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔട്ട്ലേ വർദ്ധിപ്പിക്കാനായിട്ടുള്ള പദ്ധതികളുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ ഇപ്പോൾ അവർക്ക് ആവശ്യമായിട്ട് അവർ ഡിമാൻഡ് ചെയ്ത തരത്തിലുള്ള പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ അല്പം കുറവ് വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് മാറാനായിട്ട് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത്. സർ, ഡിഫൻസ് ഓഹരികൾ ഒരു പക്ഷേ ഒരു പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഏറ്റവും അധികം നിക്ഷേപകരുടെ ഒരു ക്രൗഡ് ഫേവറേറ്റ് സ്റ്റോക്കായിരുന്നു ഡിഫൻസ് ഓഹരികൾ എന്ന് പറയുന്നത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വാല്യൂഷനിൽ ഒരു കറക്ഷനൊക്കെ നേരിട്ട് എങ്കിൽ പോലും ഇപ്പോഴും ഒരു മൾട്ടി ബാഗർ പിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുന്ന ഈ ഡിഫൻസ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അനില, ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു 2 ആഴ്ച മുമ്പേ വരെ ഒരു പോസിറ്റീവ് ന്യൂസിനും ഇന്ത്യൻ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എല്ലാ പോസിറ്റീവ് ന്യൂസിനെയും മറികടന്ന് മാർക്കറ്റ് താഴേക്ക് പൊയ്ക്കൊണ്ടാണ് ഇരുന്നത്. അപ്പം നമ്മൾ പറയുകയും ചെയ്തിരുന്നു, അതായത് മാർക്കറ്റ് ഈസ് നോട്ട് ഡിസ്കൗണ്ടിങ് പോസിറ്റീവ് ന്യൂസ്, എന്നാൽ നെഗറ്റീവ് ന്യൂസിന് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള. എത്ര പെട്ടെന്നാണ് ആ സെന്റിമെന്റ് മാറിയെന്ന് നോക്കും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എവിടെയോ ജർമ്മനിയിൽ ഒരു ഡിഫൻസിന് വേണ്ടിയിട്ട് അവരുടെ സ്പെൻഡിങ് കൂടിയത് കാരണം ഇന്നലെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിഫൻസ് സ്റ്റോക്സ് ഭയങ്കരമായിട്ട് കയറി. എനിക്ക് തോന്നുന്നു ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ഏതാണ്ട് 20% അപ്പർ സർക്യൂട്ട് എന്നാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അവിടെ ജർമ്മനി അതിനെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട് ഇന്ത്യക്ക് വലിയ ഗുണമുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് പോലുമാണ് നമ്മൾ റഫാൽ ജെറ്റ്സ് മേടിക്കുന്നത്. നമ്മൾ എന്ത് ടെക്നോളജിയാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ആ കാര്യത്തിൽ മേ ബി ഒരു ഫോർജറി കമ്പനിക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഉണ്ടാക്കുന്ന ചെറിയ കമ്പനിക്ക് ചെറിയ രീതിയിൽ ഒരു ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടിയേക്കാം. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പേരും പറഞ്ഞ് നമുക്ക് ഇവിടെ കയറി എന്നുള്ളത്. അപ്പം നമുക്ക് ഇതിനകത്ത് മാർക്കറ്റിനകത്ത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനോട് എപ്പോഴും നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു വളരെ മെച്യൂറായിട്ടും കോമൺ സെൻസിക്കൽ അപ്രോച്ചും വേണം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എടുക്കാൻ. ഇത് നടന്നു, നമ്മൾ വലിയ ബയേഴ്സ് വന്നു, അതിൽ 20% സർക്യൂട്ടായി. ഇനി ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ നമ്മൾ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് റിഫ്രെയിൻ ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നുകൂടി ഞാൻ ഒരു സെക്കൻഡ് പോയിന്റ് എന്നുള്ള രീതിയിൽ പറയാം. ട്രംപ് വന്നതിന് ശേഷം ലോകത്തുള്ള യുദ്ധങ്ങൾ കുറയ്ക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. ഇപ്പൊ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം ഓൾമോസ്റ്റ് തീർക്കാനുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സീസ് ഫയറിലേക്ക് എത്തുക എന്നുള്ളതാണ്. രണ്ടാമത് ഗാസയിലുള്ള ആ ഇസ്രായേലിന്റെ അറ്റാക്ക്, എസ്പെഷ്യലി പാലസ്റ്റീൻ വേഴ്സസ് ഇസ്രായേലിനും അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു സീസ് ഫയറിലേക്കോ അല്ലെങ്കിൽ ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്കോ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു, ട്രംപ് ഒരു സൈഡിൽ. 2, ചൈന നമ്മളോട് പറയുന്നു, നമ്മൾ ഈ ബോർഡർ ഡിസ്പ്യൂട്ട്സ് പോലുള്ള ചെറിയ നിസാര കാര്യങ്ങൾക്ക് വഴക്ക് കൂടി നിൽക്കാതെ ഈ അമേരിക്കയുടെ ട്രംപിന്റെ ടാരിഫിനെ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, അതിനുവേണ്ടി എങ്ങനെ നമുക്ക് ട്രേഡ് ഡീൽസ് ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് ലോകമെമ്പാടും വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മനിയിലെ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന മിലിറ്ററിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് അവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യൻ സ്റ്റോക്ക് കയറുന്നതിൽ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് എനിക്ക് അതിനകത്ത് വലിയ സന്തോഷമൊന്നും തന്ന ഒരു കാര്യമല്ല അനില. കാര്യം എന്ന് വെച്ചാൽ മേ ബി അതായിക്കോട്ടെ, അതിൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗാർഡൻ റീച്ചോ അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡോ അല്ലെങ്കിൽ മെസഗൺ ഡോക്കൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിന് ചിലപ്പോൾ നമ്മളോട് താല്പര്യം വന്നില്ല എന്ന് പറയാം. പക്ഷേ എങ്കിലും എൻ്റെ ഒരു 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് ട്രോളോ എന്ത് നെഗറ്റീവ് കമൻറ്റോ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ നമ്മുടെ അനുഭവം വെച്ച് നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക, അതിൽ എന്തോരം ഓപ്പർച്യൂണിറ്റി കിട്ടുക. ജർമ്മനിയിലുള്ള ഇപ്പം നമുക്കൊരു നേരിട്ട് ഒരു കമ്പനിക്ക് ഒരു
ഓർഡർ കിട്ടി എന്ന് പറയും പോലെ അല്ലല്ലോ ജർമ്മനിയിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നുകൊണ്ട്. അതിന്റെ ഇമോഷനിൽ മാത്രം ഇവിടെ സ്റ്റോക്ക് കയറാൻ മാത്രം മാർക്കറ്റിൽ അത്രയ്ക്ക് വലിയ പ്രത്യേകതയൊന്നും ഞാൻ കണ്ടിരുന്നില്ല. നല്ല കാര്യം, നല്ല സ്റ്റോക്കുകളാണിത്, നല്ല ബിസിനസ്സുകളാണ് കൊച്ചിൻ ഷിപ്പ്യാർഡും ഗാർഡൻ റീച്ചും ഒക്കെ. ബട്ട് ഈവൻ ദെൻ ഇന്ത്യയിലെ ഡിഫൻസ് എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തായിരിക്കും ഈ കമ്പനിയുടെ ഗ്രോത്ത് ഒക്കെ. തീർച്ചയായിട്ടും ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ എക്കണോമിയിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഉണ്ട്. കാര്യം എന്നറിയോ, നമുക്ക് ഒരുപാട് ഷിപ്സിന്റെ ആവശ്യമുണ്ടെന്നേ. നമുക്ക് ഗ്ലോബൽ ട്രേഡിൽ നമ്മൾ ഓൺ ചെയ്യുന്ന ഷിപ്സ് വളരെ കുറവാണ്. നമ്മുടെ ഇവിടെ ഷിപ്പ് ബിൽഡ് ചെയ്ത് നമുക്ക് പുറത്തു വരുന്ന ഷിപ്സും വളരെ കുറവാണ്. എന്തിനും നമ്മൾ റോഡിൽ കാണുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, അതുപോലും 90% ചൈനയിൽ നിന്ന് വരുന്ന ഒരു നേഷനാണ് നമ്മുടെ ഇവിടെ. നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് എക്സ്പാൻഷൻ പ്ലാൻസും അതുമൊക്കെയാണ് നമുക്ക് ആവശ്യം. അതിനെ ബേസ് ചെയ്തായിരിക്കണം ഇവിടുത്തെ ഡിഫൻസ് സ്റ്റോക്സും ഈ ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സും ഒക്കെ കയറാൻ. അല്ലാതെ ജർമ്മനിയിലെ ഒരു ന്യൂസ് വെച്ച് കയറുന്നതിന് ഐ വിൽ സീ ദാറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞു വെക്കുന്നു. വീണ്ടും ഒരു ഡിഫൻസ് എന്നതിനേക്കാൾ ഉപരി ഒരു ഷിപ്പ് ബിൽഡിംഗ് എന്നൊരു നിലയിലേക്ക് ഒരു ബിസിനസിന്റെ പേഴ്സ്പെക്റ്റീവ് തന്നെ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ഒരു ഡിഫൻസ് ഓഹരികളുടെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മളോട് പങ്കുവെക്കുവാനുമായിട്ട് നമ്മളോടൊപ്പം ഡെസ്കിൽ നിന്നും ആനന്ദ് ചേരുകയാണ്. എസ് ആനന്ദ്. പറഞ്ഞോളൂ. നിലവിൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഹൈ ലെവൽസിൽ നിന്ന് പല ഓഹരികളിൽ നമുക്കിപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതേസമയം പാരിസ് ഡിഫൻസിൻ്റെ ഓഹരികളിൽ ഒരു 5% ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ അപ്പർ സെക്യൂരിറ്റിയിലെത്തുന്ന GRSC അടക്കമുള്ള ഓഹരികൾ നമുക്ക് നേരെ തോതിലുള്ള ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിനോടൊപ്പം മെസഗോൺ ഒക്കെ പറയുകയാണെങ്കിൽ ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. എങ്ങനെയാണ് പൊതുവെ ഡിഫൻസ് ഓഹരികളിലുള്ള ആനന്ദിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ? ഇപ്പം നിലവിൽ പാരാസ് ഡിഫൻസ് നോക്കുകയാണെങ്കിൽ എൻ്റെ അണ്ടർടോൺ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ബെയറിഷ്നെസ് തന്നെയാണ് നമുക്ക് അണ്ടർടോണിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് 3 ദിവസം കൊണ്ട് നമുക്ക് ആ പാരാസ് ഡിഫൻസ് മാത്രം ഏകദേശം മൂവ് ചെയ്തേക്കുന്നത് അറൗണ്ട് ഒരു 17% മൂവ്മെൻറ്റ് 3 ഡേയ്സ് കൊണ്ട് പാരാസ് ഡിഫൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം സ്ട്രെച്ച്ഡ് ആണ് ആ ഒരു ഡിഫൻസ് ഇൻഡസ്ട്രി എന്ന് തന്നെ പറയുന്നത്. നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് കിടക്കുകയാണെങ്കിൽ നിലവിൽ കൊച്ചിൻ ഷിപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ നിലവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു നല്ല രീതിക്കുള്ള സെൽ ഓഫ് നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 ഡേയ്സ് കൊണ്ട് മാർക്കറ്റിൽ ഏകദേശം ഒരു 14% മൂവ്മെൻറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഷെയർസ് തന്നെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. പക്ഷേ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിലവിൽ വന്ന് നിൽക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ലെവലിൽ തന്നെയാണ്. മേജർ സപ്പോർട്ട് ലെവൽ ഉദ്ദേശിക്കുന്നത് 1166 ആൻഡ് 1245 എന്ന് പറയുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിലാണ് നിലവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിൽക്കുന്നത്. ആൻഡ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അടുക്കും തോറും നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള വീക്ക്നെസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ. ആൻഡ് നിലവിൽ മേജർ ആയിട്ടുള്ള ലെവൽസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മേജർ സപ്പോർട്ടായിട്ട് നിലവിൽ 1,166 ആൻഡ് 245 ആ ഒരു ഏകദേശം ഒരു 90 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ച് വളരെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ. ആൻഡ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 1726 എന്ന് പറയുന്ന ഒരു ലെവലാണ്. സോ മാർക്കറ്റിൽ നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡപ്പോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് ഒരു ബിൽഡപ്പ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് നമുക്ക് 1726 മുകളിലേക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നല്ല രീതിക്കുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പാരാസ് ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ പാരാസ് ഡിഫൻസ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നിലവിലൊരു മേജർ സപ്പോർട്ടിലാണ് പാരാസ് ഡിഫൻസ് നിൽക്കുന്നത്. ആൻഡ് മേജർ റെസിസ്റ്റൻസ് അതായത് പാരാസ് ഡിഫൻസ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 1159 153 ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ആൻഡ് ഒരു മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് നിലവിൽ കാണാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് 841 ആണ്. സോ പാരാസ് ഡിഫൻസ് നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് ഒരു മൈനർ ബുള്ളിഷ്നെസ് നമുക്ക് പാരാസ് ഡിഫൻസിൽ വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ നമുക്ക് നിലവിലത്തെ ഈ ഒരു മൊമെൻറ്റം അതായത് നിലവിൽ ഏകദേശം ഒരു 5.23% ഒരു അപ്സൈഡിലാണ് നിലവിൽ പാരാസ് ഡിഫൻസ് നിൽക്കുന്നത്. സോ ഈ ഒരു മൊമെൻറ്റം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ഇന്നത്തെ ഒരു ട്രേഡ് സെഷൻ്റെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അല്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നൊരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് കേബിൾസ് ആൻഡ് വയർ സെഗ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ കേബിൾ വയർ സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു മേഖലയിലെ ഒരു മേജർ പ്ലെയർ എന്ന് പറയുന്നത് പോളിക്യാബ് തന്നെയാണ്. പോളിക്യാബ് ഇന്നും ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫിലാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഏകദേശം 7% ഒരു ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. പോളിക്യാബിലുള്ള ആനന്ദിൻ്റെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്?
നമ്മൾ പോളിക്യാബിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 35% താഴെയാണ് നിലവിൽ പോളിക്യാബിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ടെക്നിക്കലി നോക്കുമ്പോൾ നിലവിൽ ഒരു സ്ട്രക്ചറിന് വളരെ നല്ലൊരു ചേഞ്ച് ഉണ്ട്. അതായത് നമ്മൾ സ്ട്രക്ചറിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്ട്രക്ചറിൽ നിലവിൽ ഒരു ബെയറിഷ് സെന്റിമെന്റിലേക്ക് പോകുന്ന ഒരു ഫസ്റ്റ് ഫേസിലാണ് നിലവിൽ പോളിക്യാബ് ഉള്ളത്. ആൻഡ് പോളിക്യാബിന്റെ ഒരു മേജർ സപ്പോർട്ടായിരുന്നു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 3800 4000 എന്ന് പറയുന്ന ലെവലാണ് നമുക്ക് പോളിക്യാബിൽ മേജർ സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ പോളിക്യാബ് നോക്കുകയാണെങ്കിൽ തന്നെ വീക്കിന്റെ ഫസ്റ്റ് 3 ഡേയ്സിൽ നല്ല രീതിക്കുള്ളൊരു ബുള്ളിഷ്നെസ് പോളിക്യാബ് നടത്തിയെങ്കിലും ബട്ട് സ്റ്റിൽ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം പോളിക്യാബിൽ ഏകദേശം ഒരു 8% ഒരു സെൽ ഓഫ് നമുക്ക് പോളിക്യാബിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു നെക്സ്റ്റ് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് പോളിക്യാബിൽ ഇൻട്രാഡേ ഓർ ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് 4550-600 ആ ഒരു 50 പോയിന്റ്സിന്റെ ആ ഒരു റേഞ്ച് ആണ്. ആൻഡ് ടുവേഴ്സ് അപ്സൈഡ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് നിലവിൽ 5450 എന്ന് പറയുന്ന ആ ഒരു ലെവലാണ്. സോ പോളിക്യാബിൽ നമ്മളൊരു ലോങ് ടേം പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ പോളിക്യാബിൽ നമുക്ക് ഇനിയും നമുക്ക് സെൽ ഓഫ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നോക്കുകയാണെങ്കിൽ ഒരു 4550 എന്ന് പറയുന്ന ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അഗ്രസീവ് സെൽ ഓഫ് നമുക്ക് പോളിക്യാബിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ആ ഒരു സെൽ ഓഫ് നടക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയുള്ളൊരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 3600 to 3800 ആ ഒരു 200 പോയിന്റ്സിന്റെ ആ ഒരു റേഞ്ച് നമുക്കൊരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. അല്ല അതിനോടൊപ്പം തന്നെ അതേ സെഗ്മെന്റിൽ നിന്നുള്ള ഹാവൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കാരണം ഹാവൽസിലും ഇന്നിപ്പോൾ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് കാണുന്നത്. ഏകദേശം ഒരു 4% മുകളിൽ ഒരു ഡിവിലേക്കാണ് ഹാവൽസിൻ്റെ ഓഹരികളും എത്തിയിരിക്കുന്നത്. ഹാവൽസിലുള്ള ഒരു ടെക്നിക്കൽ ട്രെൻഡ് എങ്ങനെയാണ്? നമ്മളിവിടെ ഹാവൽസിനെ പോളിക്യാബായിട്ട് കമ്പയർ ചെയ്യുമ്പം പോളിക്യാബ് ബെയറിഷ് ടെറിട്ടറിയിലേക്ക് ഏകദേശം പോകുന്ന രീതിയാണ് നമുക്ക് പോളിക്യാബിൽ കാണാൻ സാധിക്കുന്നത്. ബട്ട് ഹാവൽസ് നോക്കുകയാണെങ്കിൽ ഹാവൽസ് അതിൻ്റെ ഒരു മേജർ സപ്പോർട്ടിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ചാർട്ടിലൊരു വളരെ ഒരു ഹെവി വീക്ക്നെസ് നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് പോളിക്യാബിൻ്റെ അത്രത്തോളം ഒരു അഗ്രസീവ് സെല്ലിംഗ് നമുക്ക് ഹാവൽസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമുക്ക് ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് വളരെ ക്രൂഷ്യലാണ് ഹാവൽസ്. നമുക്കൊരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു വോളറ്റൈൽ മൂവ്മെൻറ്റ് നമുക്ക് ഹാവൽസിൽ എക്സ്പെക്ട് ചെയ്യാനും നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് തന്നെ നമുക്ക് ഹാവൽസിൽ എക്സ്പെക്ട് ചെയ്യാം. സോ ഹാവൽസിൽ നമുക്ക് നിലവിൽ മേജർ ഒരു സപ്പോർട്ട് ലെവലായിട്ട് കണക്കാക്കാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 1400 എന്ന് പറയുന്ന ലെവലാണ് മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സൈക്കോളജിക്കൽ ലെവലായ 1200 എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത്. അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും തരത്തിലൊരു ബുള്ളിഷ് സിഗ്നൽ നമുക്ക് ഹാവൽസിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹാവൽസിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് ഹാവൽസിൽ എക്സ്പെക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു മേജർ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഹാവൽസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 1700 എന്ന് പറയുന്ന ലെവലാണ്. സോ ഹാവൽസിൽ നമുക്കൊരു ഹെവി ബുള്ളിഷ്നെസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 15-20% അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് ഹാവൽസിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അതായത് 1769-89 ആ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ലെവലായിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ലെവൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈ ആണ്. അത് ഏകദേശം 2015 നമുക്ക് ആ ഒരു ലെവലിൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതായത് ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻസ് നമുക്ക് വീണ്ടും ബുള്ളിഷ്നെസ് തന്നെയാണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്കൊരു ഓവറോൾ മാർക്കറ്റിൽ നമുക്കൊരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സൂരജ് സാറിലേക്ക് തിരിച്ചു വരുന്നു. സാർ ഇന്നിപ്പോൾ മാർക്കറ്റിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട എന്തെങ്കിലും ഇവൻറ്റ്സ് താങ്കളുടെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ ലൈവ് ഡെസ്കിൽ നിന്ന് ജാസ്മിൻ നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? അതായത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫിനാൻസ് നമ്മുടെ പാർലമെൻറ്റിനെ അറിയിച്ച ഒരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷനിൽ രസകരമായ കാര്യം എന്നറിയോ? അതായത് ടോട്ടൽ അരിയസ് നമ്മുടെ ഈ ഡയറക്റ്റ് ടാക്സിന്, അതായത് ഈ ഡയറക്റ്റ് ടാക്സ് നമ്മുടെ ഇൻകം ടാക്സോ അതൊക്കെ ആയിട്ട് കളക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ടാക്സിന് ടോട്ടൽ അരിയേഴ്സ് എത്രയാണെന്നറിയോ? 43 ലക്ഷം കോടി. 43 ലക്ഷം കോടിയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് കിട്ടാതെ കിടക്കുന്ന ഒരു എമൗണ്ട്. അതായത് നമ്മൾ ഈ പറയില്ലേ ഈ ലിറ്റിഗേഷനിലൊക്കെ കിടക്കുന്ന ഒരു എമൗണ്ട് 43 ലക്ഷം കോടി. ആ 43 ലക്ഷം കോടിയിൽ ഏതാണ്ട് 29 ലക്ഷം കിട്ടാനേ സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. പകുതി കൂടുതൽ സാധ്യതയില്ല എന്നുള്ളത് പാർലമെന്റിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫിനാൻസ് അറിയിച്ചു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് ജാസ്മിൻ പാസ് ഓൺ ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ ജാസ്മിൻ്റെ ഒരു സെക്കൻഡ് ഇൻഫർമേഷനും കൂടെ അതിൻ്റെ ട്രെയിലിംഗ് ആയിട്ടുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ മാഡം നമ്മുടെ ലോക്സഭയിൽ അറിയിച്ചതെന്ന് വെച്ചാൽ ഏതാണ്ട് ലാസ്റ്റ് 10 കൊല്ലമായിട്ട് 16.5 ലക്ഷം കോടിയുടെ NPAs ബാങ്ക് എഴുതി തള്ളി എന്നുള്ളതാണ്.
അതായത് ലാസ്റ്റ് 10 കൊല്ലം മാത്രം 16.5 ലക്ഷം കോടിയുടെ ലോൺസ് തള്ളി NPA ആയിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 2018-19 കാലഘട്ടത്തിൽ 2,36,265 കോടിയാണ് ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് ഈ NPAs കിട്ടാനുള്ളതിൽ. പിന്നെ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് 2014-15 കാലഘട്ടത്തിൽ 58,786 കോടിയാണ്. പക്ഷേ ഈ NPAs ഇതുണ്ട് എന്ന് പറഞ്ഞ് ഇത് റിക്കവർ ചെയ്യാതിരിക്കൂല കേട്ടോ. NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. അതിൽ ഇനി റിക്കവറി പ്രോസസ്സൊക്കെ നടന്നു പോകും എന്നുള്ളത് അതിനകത്ത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. അതൊരു കാര്യം. അപ്പോൾ ജാസ്മിന് നന്ദി ആ ഒരു ഇൻഫർമേഷൻ തന്നതിന്. അതുകൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ, അതായത് ഈ ഗാർഡൻ റീച്ച് ഇന്നലെ 20% അപ്പർ സർക്യൂട്ട് ആയിരുന്നു. ജർമ്മനിയിൽ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡിഫൻസിലേക്കുള്ള എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡിഫൻസിലേക്ക് ആ മാറ്റിവെച്ച ആ ഒരു തുകയൊക്കെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ ഡിഫൻസിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. എന്നാൽ നമ്മൾ സംസാരിക്കാത്ത ഒരു കാര്യമുണ്ട്. അതായത് ആപ്പിൾ കമ്പനിയിലെ ഇന്ത്യയിലെ പല കമ്പനിയിൽ നിന്നും പല കോൺട്രാക്ട് മാനുഫാക്ചേഴ്സിൻ്റെ നിന്നും സാധനം എടുക്കുകയും അവരായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആപ്പിൾ പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതുമാണല്ലോ നമ്മളിപ്പോൾ പല കമ്പനികളുടെയും ഫോക്സ്കോണും പെഗാട്രോണിൻ്റെയും ഒക്കെ ഒരു സ്റ്റോറി ആയിട്ട് നമ്മൾ പറഞ്ഞത്. ആപ്പിളിന് വേണ്ടിയിട്ട് കമ്പോണൻസ് സപ്ലൈ ചെയ്യുക എന്നുള്ളത്. ആപ്പിൾ ഇപ്പോൾ ദേ ഏതാണ്ട് വിപ്രോ എൻ്റർപ്രൈസസുമായിട്ടും ലക്ഷ്മി മെഷീൻ വർക്സുമായിട്ട് ടോക്ക് ചെയ്തു എന്നുള്ളതാണ്. അതായത് അവരെ ഒരു ഇത് ഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള അവർ കമ്പനീസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് പ്രസ്സിൽ നിന്നും മീഡിയയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. LMW അതിനകത്ത് വിപ്രോനെ ഞാൻ മാറ്റി വയ്ക്കാം. കാര്യം വിപ്രോനെ കുറിച്ച് നമ്മൾ ആരും പറയേണ്ട കാര്യമില്ലല്ലോ. കാര്യം വിപ്രോക്ക് തന്നെ എസ്റ്റാബ്ലിഷ് കമ്പനി. അപ്പോൾ വിപ്രോ എൻ്റർപ്രൈസസിന് 2 സബ്സിഡറീസ് ഉണ്ട്. വിപ്രോ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. രണ്ടാമത് വിപ്രോ കൺസ്യൂമർ കെയർ. ഈ കൺസ്യൂമർ കെയറിൽ കൂടുതലും ഫാൻ ഉണ്ടാക്കുക, ലൈറ്റ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. എന്നാൽ വിപ്രോ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക ഹൈഡ്രോളിക്സ്, എയറോസ്പേസ്, ഓട്ടോമേഷനിലൊക്കെ ഉള്ള ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ആ എഞ്ചിനീയറിംഗ് കമ്പനി ആയിട്ടാണ്, അതായത് ഈ ആ വിപ്രോ എൻ്റർപ്രൈസസ് ആയിട്ടാണ് ആപ്പിൾ സംസാരിച്ചിരിക്കുന്നത് ഒരു കാര്യം. ഇപ്പോൾ വിപ്രോ നമുക്ക് മാറ്റി വയ്ക്കാം, കാര്യം അതൊരു ഫേമസ് കമ്പനിയാണ്. LMW അതായത് ലക്ഷ്മി മെഷീൻ വർക്ക്സ്. ഈ ലക്ഷ്മി മെഷീൻ വർക്ക്സിൻ്റെ ഒന്നും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ അധികം സംസാരിക്കാത്ത സ്റ്റോക്കോ ബിസിനസ്സുകളാണ്. നമ്മളെപ്പോൾ നോക്കിയാലും ഈ സ്വിഗ്ഗി, സൊമാറ്റോ, ഡിക്സൺ, അല്ലെങ്കിൽ ഈ ബജാജ് കമ്പനീസ്, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്, ഏഷ്യൻ പെയിൻറ്റ്സും, SBI, PSU, ഡിഫൻസ് സ്റ്റോക്സ് ഒക്കെ ഉള്ള സമയം. ഈ ലക്ഷ്മി മെഷീൻ വർക്ക്സ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ ലക്ഷ്മി ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്. ഈ കോയമ്പത്തൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷ്മി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. ഈ ലക്ഷ്മി മെഷീൻ വർക്ക്സിൻ്റെ പ്രത്യേകത എന്നറിയോ? നമ്മൾ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മെഷീൻസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നമ്മൾ ഈ തീർച്ചയായിട്ടും നമ്മൾ ഈ ജോമോന്റെ സുവിശേഷം എന്ന് പറഞ്ഞൊരു മലയാള സിനിമയുണ്ട്. ഈ മലയാള സിനിമയിൽ തിരുപ്പൂരിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് കാണിക്കുന്നത് അല്ലേ. അതിനകത്ത് പല മെഷീൻസും കാണിക്കുന്നത് ഈ ലക്ഷ്മി മെഷീൻ വർക്ക്സിൻ്റെ ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കണം. അപ്പോൾ LMW എന്ന് പറയുന്ന കമ്പനിയുടെ ആ പ്രസിഷൻ എഞ്ചിനീയറിംഗ്, അതായത് അവരിത് മാത്രമല്ല കേട്ടോ, എയറോസ്പേസിനും കൂടി ചില ഫൗണ്ടറി പരിപാടികളും ഒക്കെ അവർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. ആ ലക്ഷ്മി മെഷീൻസ് വർക്ക്സ് ആയിട്ടും ആപ്പിൾ സംസാരിച്ചു എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. വളരെ സൈസ് കുറഞ്ഞ ക്ലാസിക് കമ്പനിയാണ് ഈ എന്താ പറയുക ലക്ഷ്മി മെഷീൻ വർക്ക്സ് എന്ന്. ഈ കോയമ്പത്തൂരിൽ തന്നെ 1-2 നല്ല കമ്പനി ഉണ്ട് കേട്ടോ. LG എക്യുപ്മെന്റ്സ് എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പേ 10-14% കയറിയ സ്റ്റോക്കാണ്. ഇപ്പോൾ LMWന്റെ സ്റ്റോക്ക് പ്രൈസ് എന്താണെന്നോ ടെക്നിക്കലൊന്നും നമുക്കറിയില്ല. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനും അല്ല, നമ്മളിത് സോളിസിറ്റ് ചെയ്യാൻ പറഞ്ഞതുമല്ല. ബട്ട് അങ്ങനെയൊക്കെയുള്ള കമ്പനീസും ന്യൂസസും ഒക്കെ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിയും ഇന്ത്യൻ ബിസിനസ്സുകളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന, അതായത് പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ന്യൂസ് ഉള്ളപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ന്യൂസിൽ ചെന്ന് പെടാതിരിക്കുക. ലക്ഷ്മി മെഷീൻ വർക്ക്സ് നമ്മളൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് എന്നുള്ള രീതിയിലല്ല നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച്. ഞങ്ങൾ പറയുന്ന ഒരു കാര്യവും ഒരു സ്റ്റോക്സും അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകളും നിങ്ങളൊരു അഡ്വൈസോ റെക്കമെൻഡേഷനോ ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങളൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോ അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റോ സെബി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിൻ്റെ മാത്രം നിങ്ങൾ അഡ്വൈസ് സ്വീകരിച്ചു പോവുക. ഇത് നമ്മൾ എക്സാമ്പിൾ പർപ്പസസിനും ഇല്ലസ്ട്രേറ്റീവ് ആയിട്ട് അക്കാഡമിക് കാര്യങ്ങൾക്കും വേണ്ടി മാത്രം നിങ്ങളടുത്ത് പറയുകയാണ്. അതിൻ്റെ സമ്മറി ഇതാണ്: നമ്മൾ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സുകളിൽ ചെന്ന് പെടാതെ റിയൽ ആയിട്ട് വന്ന ന്യൂസുകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ അറിയിച്ചത്. ഏതായാലും ലക്ഷ്മി മെഷീൻ വർക്ക്സിൻ്റെ ഒരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബിസിനസ് മോഡൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ടെക്നിക്കൽ സൈഡ് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഏതായാലും ആനന്ദിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ആനന്ദല്ലേ, ലക്ഷ്മി മെഷീൻ വർക്ക്സിൻ്റെ ഒരു ടെക്നിക്കൽ ലെവൽ എങ്ങനെയാണ്? നിലവിൽ ഒരു നല്ലൊരു അപ്സൈഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പൊതുവെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് ആനന്ദ് നോക്കി കാണുന്നത്? സോ അല്ല, നമ്മൾ LMW നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു ഹൈലി ലിക്വിഡിറ്റി ഇല്ലാത്തൊരു സ്റ്റോക്കാണ്. മോസ്റ്റ്ലി ഒരു എന്ത് പറയുന്ന ഒരു
മോസ്റ്റ്ലി സർക്യൂട്ടുകൾ, അങ്ങനത്തെ ഒരു സ്റ്റോക്കാണ് നിലവിൽ LMW നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നിലവിൽ തന്നെ ഏകദേശം അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 15,970 ആണ്. എത്രത്തോളം ഹൈ പ്രൈസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ സ്റ്റോക്കിൽ അധികം ലിക്വിഡിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റോക്കിൽ. സോ നിലവിൽ നോക്കുകയാണെങ്കിൽ അതിനൊരു അണ്ടർടോൺ നമുക്കൊരു ഒരു ബെയറിഷ് അല്ല, നമുക്കൊരു ബട്ട് സ്റ്റിൽ ഒരു ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. അതായത് ഒരു സൈഡ് വേസ് ട്രെൻഡിലാണ് നിലവിൽ LMW എന്ന് പറയുന്ന സ്റ്റോക്ക് ഉള്ളത്. അതായത് നിലവിൽ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണിലാണ് LMW എന്ന് പറഞ്ഞ സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 15,970 rupees എന്ന് പറയുന്നത്. അതായത് ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു അറൗണ്ട് 16% താഴെയാണ് നിലവിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് അതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആയിട്ടുള്ള 13,600 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്ന് ഒരു സ്ലൈറ്റ് റിവേഴ്സൽ മാർക്കറ്റ് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഒരു സെൽ ഓഫ് നടത്തി. ആൻഡ് നമ്മൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു വളരെ അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് തൊട്ട് മുമ്പുള്ള ഒരു ബിൽട്ടപ്പ് പോലെയാണ് നിലവിൽ LMWൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അതായത് 16,162 എന്ന് പറയുന്ന ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വളരെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഏകദേശം ഒരു 16,500 ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ബട്ട് ആ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 17,800 എന്ന് പറയുന്ന ലെവലാണ്. അതായത് നമ്മുടെ 16,500 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് അറൗണ്ട് ഒരു 7.7% ഒരു വളരെ അഗ്രസീവ് മൂവ്മെൻറ്റ് നമുക്ക് LMW നമുക്ക് എക്സ്പെക്ട് ചെയ്യും. അത് ഈ ഒരു മൂവ്മെൻറ്റ് മോസ്റ്റ്ലി ഒരു 4 days അല്ലെങ്കിൽ ഒരു 5 daysൻ്റെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു 7% മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്ക് അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ആണ് 18,686 എന്ന് പറയുന്ന ലെവലാണ് അല്ല. യെസ്, ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കും സാർ. ഇന്നത്തെ ഒരു ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആണ്. മാത്രമല്ല വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ ലെവൽസ് ഒരു അല്പം കൂടി ഉയർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ തരത്തിലുള്ള ഹാപ്പിനെസ്സും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. വീണ്ടും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഇൻട്രസ്റ്റിംഗ് സ്റ്റോക്സും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.